ഇത് ലോകത്തിൻ്റെ അവസാനം തന്നെ. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആ കാര്യം നടക്കുക. രക്തബന്ധത്തെ പോലും വിലവെക്കാതെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നത്. പിഞ്ചുമക്കളിലും ഈ പ്രവണത തുടർന്നു വരുന്നു. ഷഹബാസ് എന്ന 15 വയസ്സുകാരന് സംഭവിച്ച കാര്യം, സഹപാഠികൾ തമ്മിലുള്ള വാക്കേറ്റത്തിലൂടെ അതൊരു സംഘർഷത്തിലെത്തി. കൂട്ട അടിയിൽ പരിക്ക് പറ്റിയ ഷഹബാസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് ഡോക്ടർമാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആ അടിയുടെ ആഘാതത്തിൽ ഷഹബാസിൻ്റെ തലച്ചോറ് വരെ ഇളകിയിരുന്നു. ഷഹബാസിൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായി പരിക്ക് പറ്റിയിരുന്നു. വെറും ചെറിയ വാക്കേറ്റങ്ങളാണ് ഇത്തരം ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ചെറിയ കുട്ടികളെ വരേക്കും പ്രേരിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഇത്തരമൊരു മാനസിക അവസ്ഥ ലഭിച്ചത് എന്നുള്ള കാര്യം ഇതുവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് ഇവരെ ഇത്തരത്തിലെത്തിക്കുന്നത്. കാരണം ദൈനംദിനം കണ്ടുവരുന്ന സിനിമകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ കണ്ടുപഠിക്കുന്നതും. പിഞ്ചുമക്കളാണ് ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതും. ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ, കണ്ണൊന്നും ഇല്ലോ. മരിച്ചു കഴിഞ്ഞാലും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളിപ്പോകും. കാരണം വരെ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ ആഫീനല്ല വെച്ചത്. 2 ദിവസം കേട്ടാ താമരശ്ശേരിയിലാണ് ഷഹബാസ് എന്ന 15-കാരനായ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്. തുടർന്ന് ചികിത്സയിലായ കുട്ടി ഇന്നലെ മരിക്കുകയായിരുന്നു. ഫഹദെ, ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. നീ അവൻ്റെ കണ്ണു പോയി നോക്ക്, അവന് കണ്ണൊന്നുമില്ല. കൂട്ടത്തല്ലിൽ കേസെടുക്കാൻ പോലീസിന് കഴിയില്ല, കേസെല്ലാം തള്ളിപ്പോകും. ഇത്തരത്തിൽ പ്ലാനിങ്ങോടെ പെരുമാറുവാനുള്ള തരത്തിലേക്കാണ് 15ഉം 16ഉം വയസ്സുള്ള മക്കളുടെ ചിന്ത വളർന്നിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെ മുന്നോട്ട് പോകും? ഇനി എത്രയേറെ ദാരുണ സംഭവങ്ങൾ നമ്മൾ കേട്ടു നിൽക്കേണ്ടി വരും. ഷഹബാസിന് തലക്ക് ഗുരുതര പരുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തല വലുതാകുന്നത് പോലെ ഷഹബാസിന് തോന്നിയിരുന്നു. അത് ഷഹബാസ് തൻ്റെ അടുത്തുള്ളവരോട് പറഞ്ഞിരുന്നു. അത്ര വലിയ മർദ്ദനമാണ് ഈ 15 വയസ്സുകാരൻ ഏറ്റുവാങ്ങിയത്. വെറും 15 വയസ്സ് മാത്രമുള്ള ഷഹബാസിൻ്റെ മരണവിവരം അറിഞ്ഞ ഉമ്മ തളർന്നു വീണിട്ട് ഇതുവരെ അവർക്ക് ബോധം വന്നിട്ടില്ല. അതല്ലെങ്കിലും എങ്ങനെയാണ് ഒരു ഉമ്മാക്കും ഉപ്പാക്കും ഈ കാര്യം സഹിക്കാനും പൊറുക്കാനും കഴിയുന്നത്? ഇന്നലെ 5 മണിയോടുകൂടി ഷഹബാസിൻ്റെ വീട്ടിൽ നിന്നും ഷഹബാസിനെ ഒരു കുട്ടി വിളിച്ച് ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു. തുടർന്ന് തൊട്ടടുത്ത വീട്ടിലെ വരാന്തയിൽ കുട്ടിയെ ഉപേക്ഷിച്ചു. വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഷഹബാസ് അവിടെ കുറേ നേരം കിടന്നു. പിന്നീട് വീട്ടുകാരെത്തിയപ്പോഴാണ് ഷഹബാസിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ ഷഹബാസിന് പറ്റിയ അപകടത്തിൻ്റെ ഗൗരവം അപ്പോഴാണ് വീട്ടുകാർക്ക് മനസ്സിലായത്. 5 മണിക്ക് ഒരു പയ്യൻ വന്നിട്ട് ബൈക്ക് കയറ്റി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് അത്. അവിടെ പിന്നെ ഒരു 7 മണിക്ക് വന്നിട്ട് ഈ പയ്യൻ അവിടെ വന്ന് കിടക്കുകയും ചെയ്ത്. അപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു. അവർ വന്നപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഈ ബൈക്കും കൂടെ തിരിച്ച് വന്ന്. അപ്പോൾ ഇവനെ ഇവിടെ ഇല്ലായിരുന്നു, ഇവൻ്റെ വാപ്പ. അവന് ജോലിക്ക് എന്തോ പോയി വന്ന്. അപ്പോഴാണ് ഇവർ ഈ സംഭവം എന്താണെന്ന് അങ്ങനെ കുളിപ്പിച്ച്, അപ്പം വേറെന്തോ അത് പറ്റിയാന്ന് വിചാരിച്ച് അപ്പോഴാണ് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ICU ഇതിലുള്ള പിന്നെ ആംബുലൻസ് വേണമെന്ന് പറഞ്ഞ്. അപ്പോഴാണ് അതിൻ്റെ സീരിയസ് ഒക്കെ ഒന്ന് മനസ്സിലായത്. അതെ, തീർച്ചയായിട്ടും. കാരണം അത്രയും നല്ലൊരു ചെറിയനായിരുന്നു, നല്ലൊരു പയ്യനാണ്. എന്തെങ്കിലും ഒരു ചെറിയ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പയ്യനല്ല. എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലെ ഈ റോഡ് മേലെ ഇറങ്ങിയാലും എല്ലാവരും നല്ല സൗഹൃദമുള്ള പയ്യനായിരുന്നു. വളരെ വിഷമമുണ്ട് ഇതിൽ. പിന്നിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ കർശനമായി നിലപാടെടുക്കണമെന്നാണ് നമ്മളൊക്കെ നാട്ടുകാരൊക്കെ തീരുമാനം.